നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങൾ നേരാൻ വടകരയിൽ തിരംഗയാത്ര. വടകരയിൽ അധ്യാപികയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സ്കൂൾ പ്രധാന അധ്യാപകൻ പിടിയിൽ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാദാപുരത്ത് നാളെ ഏകദിന ചിത്രശില്പശാല. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പരിപാടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വീടുകൾ കയറിയുള്ള എന്യൂമറേഷൻ നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കു വേണ്ടി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് 100 കണക്കിന് ഭീകരവാദികളെ ഇല്ലാതാക്കിയ ധീര ജവാന്മാർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് വടകരയിൽ വൻ ജനാവലിയോടെ തിരംഗയാത്ര ശ്രദ്ധേയമായി. സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടത്തിയ ക്രൂരമായ ഭീകരാക്രമണത്തിന് തിരിച്ചടിച്ച സൈനികരെ തിരംഗയാത്രയിൽ ഓർത്തു. മുൻ സൈനികർ ഉൾപ്പെടെ നിരവധി ദേശസ്നേഹികളുടെ പങ്കാളിത്തത്തോടെ നടന്ന തിരംഗയാത്ര ആവേശമായി. പാകിസ്ഥാന്റെ സഹായത്തോടെ ഭീകരവാദികൾ നടത്തിയ അക്രമത്തിന് ശക്തമായ മറുപടി നൽകിയ നരേന്ദ്രമോദിയെയും സൈനികരെയും ഇന്ത്യൻ ജനത എന്നും ഓർക്കുമെന്ന് പൂർവ്വ സൈനിക പരിഷത്ത് സംസ്ഥാന ട്രഷറർ പി ശശിധരൻ പറഞ്ഞു. തിരംഗയാത്രയുടെ സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശശികുമാർ, KN വിശ്വനാഥൻ, കരുണാകരൻ, വിജയകുമാർ, P മധു, ഷാജിനേഷ്, TK ഗംഗാധരൻ, TE രവീന്ദ്രൻ, സജീവൻ KT, ഉദയൻ K, സുരേഷ് ബാബു NK, ശശി P, സോമൻ KM, നിഷ TM, അഡ്വക്കേറ്റ് K ദിലീപ്, SR ജയ്കിഷ് എന്നിവർ സംസാരിച്ചു. വടകരയിൽ അധ്യാപികയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സ്കൂൾ പ്രധാന അധ്യാപകൻ പിടിയിൽ. PF അക്കൗണ്ടിലെ തുക മാറിക്കൊടുക്കുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവെയാണ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ പിടിയിലായത്. 10,000 രൂപയും 90,000 രൂപയുടെ ചെക്കും ഉൾപ്പെടെ കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് വടകര പാക്കയിൽ JBUP സ്കൂൾ ഹെഡ്മാസ്റ്ററായ EV രവീന്ദ്രനെയാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത്. അധ്യാപിക PF അക്കൗണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയി ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിരുന്നു. സ്കൂളിലെ ഹെഡ്മാസ്റ്ററായ EV രവീന്ദ്രൻ PF അക്കൗണ്ട് മാറി നൽകുന്നതിനുള്ള നടപടിക്രമം ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. PF അഡ്വാൻസ് മാറിക്കിട്ടുന്നതിനുള്ള നടപടിക്രമം ഇയാൾ വൈകിപ്പിക്കുകയും ചെയ്തു. അധ്യാപിക ഈ വിവരം കോഴിക്കോട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു. തുടർന്ന് വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ഇതിനിടെ ഇന്നലെ വൈകിട്ട് 7-ന് വടകര PWD റെസ്റ്റ് ഹൌസിന് മുന്നിൽ വെച്ച് അധ്യാപികയിൽ നിന്നും കൈക്കൂലി വാങ്ങവേ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. മിഥില നൃത്ത സംഗീത വിദ്യാലയം വാർഷിക ദിനത്തോടനുബന്ധിച്ച് LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെ ഏകദിന ചിത്രശില്പശാല സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി NK കോംപ്ലക്സ് നാദാപുരത്ത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചിത്രകലാ അധ്യാപകനും 2024 പിക്കാസോ നാഷണൽ ലെവൽ പുരസ്കാര ജേതാവുമായ RM ലിനീഷ് രാജാണ് ക്യാമ്പ് ഡയറക്ടർ. പങ്കെടുക്കുന്ന കുട്ടികൾ കുടിവെള്ളം, ഉച്ചഭക്ഷണം, പെയിന്റിംഗ് മിക്സിംഗ് പാലറ്റ്, വരയ്ക്കാൻ ആവശ്യമായ പെൻസിൽ, ബ്രഷ് എന്നിവ കൂടി കരുതണം. മറ്റു വരയ്ക്കാൻ ആവശ്യമായ ക്യാൻവാസ്, വാട്ടർ കളർ എന്നിവ സംഘാടകർ നൽകുമെന്ന് അറിയിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ചിത്രകലയിലെ പ്രാഥമിക പാഠവും ആക്രിലിക് പെയിന്റിംഗും കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 9960050729 എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വാർഡുകൾ പുനഃക്രമീകരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വീടുകൾക്ക് പുതിയ വീട്ടു നമ്പർ നൽകി വീടുകൾ കയറിയുള്ള എന്യൂമറേഷൻ നടത്തണമെന്ന് കുറ്റ്യാടി 10, 11, 12 വാർഡുകളിലെ കോൺഗ്രസ് കുടുംബ സംഗമം ആവശ്യപ്പെട്ടു.
പുതിയ വോട്ട് ചേർക്കുന്നതിന് വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന വ്യവസ്ഥ അപ്രായോഗികമാണെന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനും ജോലി ആവശ്യത്തിനുമായി വീട് മാറി നിൽക്കുന്ന പുതിയ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇതുവഴി നഷ്ടപ്പെടുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. KK ഷാജു അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് ഊരത്ത്, PK സുരേഷ്, വിലങ്ങിൽ കുഞ്ഞിക്കേളു നമ്പ്യാർ, KP രാജൻ, CK ബഷീർ, സുരേഷ് ബാബു, ബബീഷ് പൂക്കുന്നുമേൽ, പവിത്രൻ KP എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താസന്ധ്യയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.